Hello everyone and welcome back to our channel Lifestyle Beats with Harsha. ഈ ആഴ്ച ഫുള്ളും അതായത് സാധാരണ ആഴ്ചയിൽ 3 ദിവസമാണ് വീഡിയോ ഇടുന്നതെങ്കിൽ ഇന്നത്തെ ആഴ്ചയിൽ 4 ദിവസം വീഡിയോ ഇടുന്നുണ്ട്. ഈ ആഴ്ചയിൽ നമുക്ക് 4 ദിവസം വീഡിയോ ഉണ്ടാവും. കാരണം ഞാൻ ഈ 4 ദിവസവും ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു ആക്ട്രസിന്റെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ആ ആക്ട്രസ് നമ്മുടെ സ്വന്തം നയൻസാണ്, അതായത് നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആയിരിക്കും ഈ 4 വീഡിയോസിലും ഉണ്ടാവുന്നത്. ഒന്ന് നമുക്ക് തനി ഒരു നാടൻ ലുക്ക് ഉണ്ടാവും, രണ്ടാമത്തത് കുറച്ചൊരു വെസ്റ്റേൺ ലുക്ക്, മൂന്നാമത്തത് നമുക്കൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ്, നാലാമത്തതും നമുക്കൊരു എന്താ പറയുക കുറച്ച് എത്നിക് എന്നാൽ കുറച്ച് വെസ്റ്റേൺ അങ്ങനത്തെ ഒരു ലുക്കും ആയിരിക്കും. അപ്പം എനിക്ക് എനിക്കെന്നല്ല പേഴ്സണലി എനിക്കൊന്നും പൊതുവെ എല്ലാവർക്കും നയൻതാരയുടെ സ്റ്റൈലും നയൻതാരയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ പറയാണ്, എല്ലാവരും പറയാറുണ്ട് ഇത് ദാറ്റ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഇൻസ്പയർ ആവുകയാണ്, അല്ലാണ്ട് നമ്മൾ അവരെ കോപ്പി ചെയ്യല. കോപ്പി ഇൻ ദ സെൻസ് അവരാവുകയല്ല, നമുക്ക് അവരുടെ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് നമ്മളിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. നയൻതാരെ പോലെ ആവണം അങ്ങനൊന്നും ആർക്കും പറ്റത്തില്ല. എനിക്കൊരിക്കലും നയൻതാര ആവാൻ പറ്റില്ല, നയൻതാരയ്ക്ക് ഒരിക്കലും ഞാനും ആവാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമുക്ക് അവർ ചെയ്യുന്ന മേക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു നാടൻ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഈ ഒരു പിക്കാണ് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. കണ്ടില്ല, ഭയങ്കര സിമ്പിളാണ്, വലിയ സംഗതികളൊന്നും ഇല്ല. നമുക്ക് പൊതുവെ ഏതെങ്കിലും നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാണ്, ആരുടെങ്കിലും വീട്ടിൽ പോവാണ്, ഗസ്റ്റ് ആയിട്ട് പോവാണ്, അങ്ങനെയൊക്കെ നമുക്ക് നോർമൽ ഒരു കോളേജിൽ പോകുമ്പോൾ പോലും നമുക്ക് ഈ ഒരു ലുക്ക് ചെയ്തിട്ട് പോകാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ട് നോക്കാലോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാണ്. ഞാനിവിടെ ആയൂറിൻ്റെ ഒരു റോസ് മിസ്റ്റാണ് ഫുൾ ഫേസിൽ സ്പ്രേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് എൻവൈബയുടെ സാലിസിലിക് ആസിഡ് സീറമാണ്. നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒന്ന് ഫ്ലോലെസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ്, അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അങ്ങനെ നമുക്ക് നല്ലൊരു നീറ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. നയൻതാരയുടെ ഒരു നോ മേക്കപ്പ് കൈൻഡ് ഓഫ് ലുക്കാണ് കേട്ടോ. അതായത് ഫൗണ്ടേഷൻ ഒന്നും ഒരുപാട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ ലാക്മേയുടെ 95 മൂസ് ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഇത് നല്ല ഒരു നാച്ചുറൽ ലുക്കിംഗ് ഫിനിഷാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഒരു കവറേജിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അണ്ടർ ഐസിലും ആൻഡ് ലിപ്സിൻ്റെ സൈഡിലുമായിട്ട്. അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഹെവി ബേസ് അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് അല്ല നയൻതാര ശരിക്കും ഈ ഒരു ലുക്കിൽ ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് കളർ ബാറിൻ്റെ ലൂസ് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം. നയൻതാരയുടെ നോസ് ആൻഡ് ചീക്സ് നന്നായിട്ട് കോൺടോർഡ് ആണ്. അപ്പോൾ അത് കാരണം ഞാനിവിടെ എൻവൈബയുടെ ഒരു കോൺടോർ സ്റ്റിക്കാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ നോസും ആൻഡ് ചീക്ക് ബോൺസും, അതായത് ചീക്സും ജസ്റ്റ് നന്നായിട്ടൊന്ന് കോൺടോർ ചെയ്യാണ്. ഇപ്പോൾ നോസും നന്നായിട്ട് കോൺടോർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. നയൻതാരയുടെ നല്ല തിക്കായിട്ട് ആൻഡ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോസ് ആണ് കേട്ടോ. എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, എൻ്റെ കുറച്ചൊരു ആർക്ക് ഷേപ്പ് ഉണ്ട്. അപ്പം ഞാനിവിടെ മാലിയോയുടെ ഒരു ഐബ്രോ ഇൻഹാൻസർ വെച്ചിട്ടാണ് ഐബ്രോസ് ഇൻഹാൻസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ബേസ് മേക്കപ്പ് ആയിട്ട്, അതായത് ഐസിൻ്റെ വലിയ സംഗതികളൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്മോക്കി ഐ ലുക്ക് മാത്രമാണ്. അപ്പോൾ ആദ്യമേ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് ഷെയ്ഡ് കൊടുത്തിട്ട് പർപ്പിളിൻ്റെ ഒരു സ്മോക്കി ഡോക്കി കാജൽ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐലൈനർ പോലെ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്പഞ്ച് ടിപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് സ്മോക്ക് ഔട്ട് ചെയ്തു. വാട്ടർ ലൈനിലും സെയിം കാജൽ വെച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് എഴുതിയിട്ട് അതും നന്നായിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നയൻതാരയുടേത് നല്ലൊരു സിഗ്നേച്ചർ മേക്കപ്പ് ലുക്ക് ആണല്ലോ, സ്മോക്ഡ് ഐസ് ആൻഡ് ഓൾ.
ഇനി മസ്കാര നല്ല അമൗണ്ടിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും മേബ്ലിൻ ഹൈപ്പർ കേൾ മസ്കാരയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നല്ലൊരു 3 to 4 കോട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നല്ല ബ്ലഷ്ഡ് ചീക്സ് ആണ് നയൻതാരയുടേത്. അപ്പം ഞാൻ ദ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രോ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ നല്ല അടിപൊളി ഒരു പാലറ്റ് ആണ് കേട്ടോ. അതിൽ ആ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് ഇത് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ നല്ല നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ് കേട്ടോ ഇത്. അപ്പം നയൻതാരയുടെ ചീക്സ് നല്ല റെഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലഷ് കുറച്ച് അധികം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ്ലി ലിപ്സ്റ്റിക്ക് ലോറിയൽ പാരീസ് റൂജ് സിഗ്നേച്ചർ കളക്ഷൻസിലെ ഐ ചൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പിങ്ക് ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത്. അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് പൊട്ടാണ് നയൻതാര തൊട്ടേക്കുന്നത്. അപ്പം ഞാനൊരു ബ്ലാക്ക് പൊട്ട് തൊട്ടു, ചന്ദനക്കുറിയും സിന്ദൂരവും തൊട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നയൻതാര ആക്കുന്ന ആ ഒരു മറുകുണ്ടല്ലോ, അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ ഫുള്ളി കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ആ ഒരു മേക്കപ്പ് മാത്രം ചെയ്തു മാത്രം പറഞ്ഞുകൊണ്ട് നയൻതാര ആവും എന്നല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. പ്രോഡക്ട്സിന്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നമ്മുടെ ഇന്നത്തെ നയൻതാര ഇൻസ്പയർഡ് ഫസ്റ്റ് വീഡിയോ ഒരുപാട് സിമ്പിൾ ആണ്. അതായത് നമുക്കൊന്ന് ഒരുങ്ങി പോകണമെങ്കിൽ ഈ ഒരു ലുക്ക് മതിയായിരിക്കും. ഭയങ്കര സിമ്പിളായിട്ടും ആൻഡ് വെയറബിൾ ആയിട്ടുള്ള ഒരു ലുക്കാണിത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. ആൻഡ് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ലവ് യുവർ സെൽഫ്. ബൈ.